തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഭജന ശല്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതേയുള്ളൂ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറത്തൊരു വാർഡിലേക്ക് UDF-ൽ നിന്ന് 9 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പള്ളിക്കൽ ബസാർ പഞ്ചായത്തിലെ കൂട്ടാലുങ്ങൽ വാർഡിലാണ് സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്ക്. ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇനിയും തീരുമാനമായില്ല. കോൺഗ്രസിൽ നിന്ന് 7 പേരും ലീഗിൽ നിന്ന് 2 പേരുമാണ് പത്രിക നൽകിയത്. വിഭാഗീയത അവസാനിപ്പിക്കാൻ DCC നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഭാരവാഹികൾ കൂട്ടത്തോടെ പത്രിക നൽകിയത്. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ, ഗുഡ് മോർണിംഗ്. ഇന്ന് 3 മണിക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കും. അതിനുശേഷം ഇതിൽ ആരൊക്കെ അവശേഷിക്കും? എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? ഈ 9 പേരും കൂടി മത്സരിക്കുകയാണെങ്കിൽ വോട്ടർമാർ വലയുമല്ലോ. ഇതിൽ ആർക്ക് ഔദ്യോഗിക ചിഹ്നം നൽകും? അഷ്കർ അലി. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പള്ളിക്കൽ പഞ്ചായത്തിലെ ഈ കൂട്ടാലുങ്ങൾ എന്ന പ്രദേശത്തിന് ഈ പേര് വരാൻ തന്നെ കാരണം കൂട്ടമായി ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ടാണ്. സമാനമായ രീതിയിലാണ് അവിടുത്തെ സാഹചര്യം. കൂട്ടമായ സ്ഥാനാർത്ഥികൾ കൂടി അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് UDF-നാണ് ഇപ്പോൾ അത് തലവേദന ആയിരിക്കുന്നത്. 1ഉം 2ഉമല്ല, 9 സ്ഥാനാർത്ഥികൾ. അത് കോൺഗ്രസിന് അനുവദിച്ച സീറ്റാണ്. കോൺഗ്രസിന്റെ 7 സ്ഥാനാർത്ഥികളും ലീഗിന്റെ 2 സ്ഥാനാർത്ഥികളും അടക്കമാണ് 9 പേർ ആ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്, നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിലവിൽ അവിടുത്തെ വാർഡ് മെമ്പറാണ്. ഈ വാർഡിന്റെ പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച സംസ്ഥാനത്ത് തന്നെ 2ാമത്തെ വാർഡാണ് ഈ കൂട്ടാലുങ്ങൽ വാർഡ്. അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ലത്തീഫ് കൂട്ടാലുങ്ങളാണ് ഇതിൽ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്, ഒരു മെമ്പർ. 2ാമത്തെ ആൾ KP സക്കീർ, അവിടുത്തെ മുൻ പഞ്ചായത്ത് അംഗമാണ്. മറ്റൊന്ന് AK അബ്ദുറഹ്മാൻ, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. നാസിം സിദ്ധാൻ എന്നുള്ളത് അവിടുത്തെ ഒരു KSU പ്രവർത്തനമാണ്, ലോ കോളേജ് വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ അമിത് പാർശ്ശേരി യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണ്. KK ഇസ്മായിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അബ്ദുൾ റഷീദ് അവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. മറ്റൊന്ന് KY റഹീം, അത് അവിടുത്തെ യൂത്ത് ലീഗിന്റെ വാർഡ് സെക്രട്ടറിയാണ്. മറ്റൊന്ന് ചിങ്ങൻ മുസ്തഫ, മുസ്ലിം ലീഗിന്റെ വാർഡ് സെക്രട്ടറിയാണ്. അങ്ങനെ 9 പേരാണ് ഒരു വാർഡിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പത്രം നൽകിയിരിക്കുന്നത്. നേരത്തെ വിവാദം ഉണ്ടായതോടെ തന്നെ DCC 2 ആളുകൾ അവിടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ നിയോഗിച്ചു. അവരൊരു വോട്ടെടുപ്പ് നടത്താനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ ആ ശ്രമം പോലും ബഹളത്തെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒടുവിൽ ഇപ്പോൾ 9 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിരിക്കുന്നു. ആരാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാൽ ഇതുവരെ തീരുമാനത്തിലെത്താൻ DCC-ക്ക് കഴിഞ്ഞിട്ടുമില്ല. അരുൺ.